ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് ചാനൽ ഡെയിലി വ്ലോഗ്സ് ബൈ കൃഷ്ണ. ഇന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇന്ന് ഞങ്ങളുടെ യാദൂസിൻ്റെ ബർത്ത്ഡേ ആണ്, 3ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവരെയും വിളിച്ചിട്ട് ഞങ്ങളത് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും താഴെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇന്നൊരു വർക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് ആയി. അപ്പോൾ നമുക്ക് താഴോട്ട് പോകാം കേട്ടോ. വായോ. ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. താഴത്ത് വന്നപ്പോൾ അതാ കേക്ക് കട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ എല്ലാവരും. യാദൂസിന് ഈ കേക്ക് കട്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടാട്ടോ. എപ്പോഴും ടു യു എന്നും പറഞ്ഞിട്ട് ഈ മണ്ണിലൊക്കെ ചിരട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കുമല്ലോ, അങ്ങനെ കളിക്കുന്ന സമയത്ത് വരെ വല്ല കത്തിയോ വടിയോ ഒക്കെ കൊണ്ട് ഇത് കട്ട് ചെയ്ത് കളിക്കാറുണ്ട് കേട്ടോ. യാദൂന്റെ മുഖം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവനത് കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. Happy birthday to you. Happy birthday to you. Happy birthday dear Yadu. Happy birthday to you. കേക്ക് കട്ട് ചെയ്ത് കളിക്കാനുള്ള ബഹളാണ് കേട്ടോ ഇപ്പൊ കണ്ടത്. അവന് കേക്ക് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം അത് കട്ട് ചെയ്യാനാണ്. അവന് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ അവൻ തന്നെ തെരഞ്ഞു പിടിച്ച് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കേക്ക് കട്ട് ചെയ്യാനായിട്ട്. ഏട്ടൻ വീഡിയോ കോളിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവനോട് ബർത്ത്ഡേ വിഷ് പറയാൻ വേണ്ടി പോയപ്പം അവൻ ടു യു ഉണ്ട് എന്ന് പറഞ്ഞ ഏട്ടന് കാണിച്ചു കൊടുക്കണ്ടായിരുന്നു കേട്ടോ. യാദു ടു യു എന്ന് പറയുന്നത് കേക്കിനാണ് കേട്ടോ ടു യു എന്ന് പറയുന്നത്. അവന് 3 വയസ്സായെങ്കിലും അവനിപ്പോ ശരിക്കും സംസാരിച്ച് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. ഓരോ അക്ഷരങ്ങളും വാക്കുകളൊക്കെ പഠിക്കുന്നേ ഉള്ളൂ. നമ്മളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സും അതേപോലെ ഉണ്ണേണ്ട കുറച്ച് ഫ്രണ്ട്സും മാത്രം അടങ്ങുന്ന ഒരു 19 പേരുടെ പരിപാടിയായിരുന്നു കേട്ടോ ഇന്നത്തെ പ്രോഗ്രാം. ഇത് എടത്തിയമ്മയുടെ നാത്തുമാരാണ് കേട്ടോ. എന്നെ പോലെ തന്നെ എടത്തിയമ്മയ്ക്കും 2 ആങ്ങളമാരാണ് കേട്ടോ ഉള്ളത്. ഞാനൊന്ന് അകത്തൂടെയൊക്കെ പോയി കറങ്ങി തിരിഞ്ഞു വന്നിട്ടും ഇവിടുത്തെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതൊന്നും എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അത്. അതുകൊണ്ട് തന്നെ അവനെ പ്രിയപ്പെട്ടതായിട്ട് കരുതുന്ന എല്ലാവരും തന്നെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ മതിയാക്കി യാദോട്ടം കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് എടത്തമ്മയുടെ വലിയ ഏട്ടന്റെ മോനാണ്. രണ്ടുപേരും ഭയങ്കര കൂട്ടാണ്. അതാരാ കുഞ്ഞെ? ആടാത് രശു ആണോ? ഇവരുടെ
കൂടെ ഉള്ളത് ഏടത്തമ്മയുടെ അമ്മയാണ് കേട്ടോ, അതായത് യാദൂട്ടന്റെ അമ്മമ്മയാണ്. യാദു കളം വിട്ടപ്പോഴത്തേക്കും മക്കള് സെറ്റൊക്കെ കൂടെ കേക്ക് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കേക്കിന് തല്ലും പിടിയാണ്. എന്നെ കണ്ടപ്പോഴത്തേക്ക് എല്ലാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മാറി കേട്ടോ. സത്യം പറഞ്ഞ ഇപ്പം ഒരു ഫാമിലി ഫംഗ്ഷൻ നടക്കുമ്പോ ഞാൻ വരുന്ന കണ്ട എല്ലാരും ഓടുന്നുള്ളതാണ് കേട്ടോ അവസ്ഥ. ഇത് അച്ഛന്റെ അനിയന്റെ ഭാര്യയാണ് കേട്ടോ, ജിഷമേമ ഏട്ടനാണ് ഫോണിലെന്ന് വിചാരിച്ചിട്ട് സൂപ്പിക്കുട്ടന്റെ കേക്ക് എന്നും പറഞ്ഞിട്ട് കൊണ്ടുവന്നതായിരുന്നു. പക്ഷെ അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനാണ് കേട്ടോ കിട്ടിയത്. ഇതാണ് ജിഷമേമ്മയുടെ ഹസ്ബൻഡ് ബാബച്ച. ബാബച്ചയ്ക്ക് എല്ലാ ഫാമിലി ഫംഗ്ഷന്റെ അന്നും ട്രിപ്പ് ഉണ്ടാവും. ആൾക്കൊരു ട്രാവലറും ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാ ഫാമിലി ഫംഗ്ഷന്റെ ഇടയിലും പെട്ടെന്ന് അപ്രത്യക്ഷമാവുന്ന ഒരു മുഖമാണ് കേട്ടോ അത്. ഇതില് സാരി ഉടുത്തിരിക്കുന്ന രണ്ടുപേര് അച്ഛന്റെ പെങ്ങന്മാരാണ് കേട്ടോ. സെറ്റ് മുണ്ട് എടുത്തിരിക്കുന്നത് ഏടത്തമ്മയുടെ അമ്മായിയാണ്. വീട്ടിൽ നിന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു, നന്ദു വന്നിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഓഫീസിൽ പോകണമായിരുന്നു. അപ്പൊ അമ്മ ഓഫീസിൽ നിന്ന് ഉച്ചയ്ക്കാണ് വന്നത്. നന്ദു അതേപോലെ ക്ലാസ് കഴിഞ്ഞ് വൈകിട്ടാണ് കേട്ടോ എത്തിയത്. കയ്യാനോ ഉണ്ട് മാമു, കൊള്ളാവോ? യാദു അവന് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തോണ്ട് നടക്കുകയായിരുന്നു കേട്ടോ. ഏതോ ഒരു കവറിലൊരു വണ്ടി കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി അവന്. പിന്നെ അത് തുറന്ന് കയ്യിൽ കിട്ടിയിട്ടാണ് ആൾക്ക് സമാധാനമായത്. പല്ല് കാച്ചിടോ? പല്ല് കാച്ചിട്ടോ? പല്ലുണ്ടോ? അയച്ചടാ. നന്ദുപാപ്പന്റെ ഗിഫ്റ്റാ?
കൊച്ചിനെ കാണില്ല ഓരൊക്കെ ഞാൻ ബലൂണ് അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു. എട്ടമ്മയുടെ ഫാമിലി ഒക്കെ പോയിട്ട് ഓരോരുത്തർ പോയി തുടങ്ങി. അപ്പം ഡെക്കറേഷൻ അയക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ബലൂൺ ചവിട്ടി പൊട്ടിക്കലാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഇവന്റെ നമുക്ക് പടക്കം യാദുവിന് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് കേട്ടോ. അടുത്ത വീട്ടിലെ കുട്ടികളുടെ സൈക്കിളിനൊക്കെ വേണ്ടിയിട്ട് പോയി അടികൂടായിരുന്നു. അത് കണ്ടിട്ട് അവന്റെ പാപ്പൻ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഇത്. അപ്പം കഴിഞ്ഞ ദിവസം ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒളിപ്പിച്ച് വെച്ചതായിരുന്നു ഞങ്ങൾ. കാരണം സൈക്കിൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ അതിന്റെ മണ്ടേന്ന് ഇറങ്ങൂല. അപ്പം ബർത്ത്ഡേ നടക്കുന്ന സമയത്ത് ഇനി അവൻ സൈക്കിളിന്റെ പുറകെ പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഇത് ഒളിപ്പിച്ച് വെച്ചതായിരുന്നു കേട്ടോ. അവന്റെ സൈക്കിളല്ല, അന്തുവിന്റെ ആണ്. അവൻ കൊണ്ടുപോയി എന്നും പറഞ്ഞിട്ട് ഇത് ഒളിപ്പിച്ച് വെച്ചായിരുന്നു. പക്ഷെ അത് കിട്ടിയപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ വൈകുന്നേരം പാർട്ടിയൊക്കെ കഴിഞ്ഞ് എല്ലാരും പോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സൈക്കിള് തിരിച്ചു കൊടുക്കുന്നത്. മക്കള് സെറ്റ് എല്ലാം കൂടെ ഉണ്ണിയാന്റെ റൂമിൽ കയറിയിട്ട് ഹോം തിയേറ്ററിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര ഡാൻസും പരിപാടിയൊക്കെ ആയിരുന്നു. ആദ്യം സൈക്കിൾ ഉന്തിക്കൊണ്ട് കിടന്നിരുന്ന ആള് പതുക്കെ അതിൽ കയറിയിരുന്ന് ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശരിക്കും കാലത്തില്ല, എന്നാലും നന്നായിട്ട് ചവിട്ടാൻ അവൻ നോക്കുന്നുണ്ട് കേട്ടോ. ഒരു 3-4 തവണ ചവിട്ടിയപ്പോഴത്തേക്കും ആള് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാരും കൂടെ എന്റെ അടുത്തമ്മയുടെ റൂമിൽ കയറിയതായിരുന്നു കേട്ടോ. പാട്ടും ഡാൻസും എല്ലാതായിട്ട് ബഹളായിരുന്നു അതിനകത്ത്. ഈ യാദൂട്ടിന് സൈക്കിൾ ചവിട്ടി ഒന്ന് സെറ്റ് ആയപ്പോ ആര് സൈക്കിൾ പിടിക്കുന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ. എല്ലാരും പോയി കഴിഞ്ഞതിന് ശേഷമുള്ള റൂമിന്റെ അവസ്ഥയാണ് കേട്ടോ അത്. സത്യം പറഞ്ഞാൽ പൂരം കഴിഞ്ഞ പറമ്പ് മാതിരി ഉണ്ടായിരുന്നു. ഈ ക്ലീനിങ് പരിപാടിയും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഇവിടെ അവസാനിച്ചു കേട്ടോ. ഇപ്പൊ ഒരുപാട് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ മൈൻഡപ്പും കാര്യങ്ങളൊക്കെ എടുക്കാൻ സത്യം പറഞ്ഞാൽ വിട്ടുപോയതാണ്. ആകെ ടയർഡ് ആയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്കും. അപ്പൊ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ അതുവരേക്കും ടാറ്റാ.